ഹായ് ഓൾ, വെൽക്കം ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണ്. ഇന്നിവിടെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എണീറ്റത് നിലുവാണ് കേട്ടോ. നിലു എണീറ്റ് അവിടെ കുപ്പിയിലിരുന്ന അമൃതമൊക്കെ എടുത്ത് എൻ്റെ ദേഹത്ത് ചാരിയിരുന്ന് കുടിച്ച് കുപ്പി എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി. ഞാനതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കിങ്ങനൊരു ചിന്ത ഉദിച്ചത്, ഒരു ഈവനിങ് വ്ലോഗ് എടുത്ത് കളയാന്ന്. രാവിലെ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ആ ബോട്ടിൽ ഞാൻ കഴുകി വെക്കുന്നിടത്ത് തൊട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ രാവിലെ കുറച്ച് കടല വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. ഇന്ന് ഡിന്നറിന് ചോല ഭട്ടൂര ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളക്കടല ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കുതിർത്തി വെച്ചു. ഈ കുക്കർ എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളതാണ്, എനിക്ക് മാത്രമല്ല മിക്കയിടത്തും അങ്ങനെ തന്നെയായിരിക്കും. ആദ്യത്തെ ഒരു 1-2 മാസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പിടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങും. ഇപ്പം അതുകൊണ്ട് ആ സ്പൂണൊക്കെ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, കുക്കുൻ്റെയും നിലുവിൻ്റെയും ആ കളർഫുൾ സ്പൂൺ ആൻഡ് ഫോക്ക് ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വലുതും ചെറുതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓരോന്ന് വീതം. പെട്ടെന്ന് എടുത്ത് ഇത് തിരിച്ച് അമർത്താനായിട്ട്. ഞാൻ ഷെൽഫിലൊക്കെയാണ് ഇതിന് മുമ്പ് സ്ക്രൂ ഡ്രൈവർ വെച്ചിരുന്നത്, പക്ഷേ അവിടെ നിന്നൊക്കെ അത് പോന്നു. ഈ സ്പൂണിൻ്റെയൊക്കെ ഇടയിലാകുമ്പോഴത്തേക്ക് അവന്മാർക്ക് രണ്ടുപേർക്കും ഇവിടെ കൈ എത്തത്തില്ലല്ലോ. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ മാത്രമാണ് ആ കളർഫുൾ ആയിട്ടുള്ള സ്പൂണും ഫോക്കും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പക്ഷെ അമ്മ കൊടുക്കുമ്പോൾ എപ്പോഴും വാരിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അമ്മയും ആലനും അവന്മാരും അതിൽ തൊടാൻ സാധ്യതയില്ല. അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ അവിടെ തന്നെ ഇരിക്കും. എനിക്ക് കിടന്ന് തിരക്കേണ്ട ആവശ്യമില്ല സമയത്ത്. അങ്ങനെ കടല ഞാനിപ്പോൾ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, അത്രയും മതി. കടല നന്നായിട്ട് വെന്ത് കിട്ടും. എനിക്ക് മാത്രമേ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുള്ളൂ, കറക്റ്റ് 1 ഗ്ലാസ്. അപ്പോഴേക്ക് ലേസ് വേണമെന്നും പറഞ്ഞ് നിലു വന്നു. ഞാനത് 2 ബൗളിലാക്കി കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അവന്മാർക്ക് വൈകുന്നേരത്തെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടാം. 2 പേരും ഇപ്പോൾ അമൃതം കുടിച്ചിട്ടുണ്ട്. ഇനി ഈ ലേസുമായിട്ട് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും ലോണിൽ പോയിരുന്ന് കഴിച്ചോണമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പൊടിയൊക്കെ ഹോളിൽ നിന്ന് വാരേണ്ടി വരും. 2 പേരെയും ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് എനിക്കുള്ളൊരു ചായ ഇട്ടു, കട്ടൻ ചായ. ആലന് ഞാൻ ചായ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, കാരണം ഒരു പാക്കറ്റ് പാല് മേടിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. കുക്കു സാറിന് ബനാന ഷേക്ക് വേണമെന്ന് പറഞ്ഞു. അവന് ഈ ഷാർജ ഷേക്കിനാണ് കേട്ടോ ബനാന ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം കടയിൽ പോയി ബനാന വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, നമുക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വാങ്ങിച്ചിരുന്നതിൽ ഒരു കവർ പാല് ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചു. പക്ഷേ അവൻ കടയിൽ പോയപ്പോഴത്തേക്കുണ്ടല്ലോ പഴം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യും, 2 പാക്കറ്റ് ഓറിയോ വാങ്ങിച്ചു കേട്ടോ, നമുക്ക് ഓറിയോ ഷേക്ക് ഉണ്ടാക്കാമെന്ന്. ആലൻ സെസിജിന്ന് എത്തുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചായ കൊടുക്കുമോ ഷേക്ക് കൊടുക്കുമോ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷേക്ക് കൊടുക്കാം, ചായ ഞാൻ മാത്രമായിട്ട് കുടിക്കാം. ഷേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഇത് ആയി വരുമ്പോഴത്തേക്ക് ആളിങ്ങ് എത്തും. ഫ്രിഡ്ജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് ശ്രദ്ധിച്ച് കാണും. അതിൻ്റെ ഒരു ഷോർട്സ് കണ്ടില്ലായിരുന്നു. എനിക്ക് ഫ്രിഡ്ജ് മുമ്പൊക്കെ കാണിക്കാനായിട്ട് എനിക്ക് ചെറിയൊരു മടിയായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ കുറച്ച് പെയിൻ്റൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് വീണ് പോയിരുന്നു. പക്ഷേ സാധനം നല്ല സാധനമാണ്, നമ്മൾ വാങ്ങിച്ചതല്ല. ചേച്ചിയൊക്കെ ദുബായിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രിഡ്ജാണ്. സ്പേഷ്യസ് ആണ്, പിന്നെ ഒന്നും അങ്ങനെ ചീത്തയായൊന്നും പോകത്തില്ല. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേക്ക് വെട്ടുമലക്കറിയൊക്കെ ചീത്തയായി തുടങ്ങുമായിരുന്നു. ഇതങ്ങനൊന്നും അല്ല കേട്ടോ, ഒരാഴ്ച വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇരിക്കും. പാല് നല്ല രീതിയിൽ ഫ്രീസ് ആയതുകൊണ്ട് ഞാൻ ഉരലും കൊണ്ട് അടിച്ച് പൊട്ടിച്ചിട്ടാണ് മിക്സിയിലേക്ക് ആക്കിയത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തൊരു 2 സ്പൂൺ പഞ്ചസാരയും 2 പാക്കറ്റ് ഓറിയോയും കൂടെ തട്ടിയിട്ടിട്ട് നമ്മളങ്ങ് അടിച്ചെടുക്കും. അത്രയേ ഉള്ളൂ ഓറിയോ ഷേക്ക്. ബാക്ക് ടു ഫ്രിഡ്ജിൻ്റെ കാര്യം. ഞാനപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ജെൻറ്റിൽ വുമൺ എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു മൂവിയാണ് കേട്ടോ, ലിജി മോളുടെ. ഞാൻ ഷേക്ക് അടിച്ചിട്ട് ബാക്കി പറഞ്ഞു. അറിയാനായിട്ട് ഇത്തിരി പാടുണ്ടായിരുന്നു കേട്ടോ, കുത്തി പൊളിക്കേണ്ടിയൊക്കെ വന്നായിരുന്നു. ഓറിയോ ഷേക്ക് റെഡി ആയപ്പോഴത്തേക്ക് കറണ്ട് പോയി. ഞാൻ അങ്ങനെ അത് 4 ഗ്ലാസസിലേക്കാക്കി. നമുക്കിതിൻ്റെ മേളിൽ കുറച്ച് നട്ട്സും ചെറിയൊക്കെ ഇടാം. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടാൽ ചിരി വരും. ആ ഒരു മൂവിയിൽ ബോഡി ഫ്രിഡ്ജിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നൊരു സീനുണ്ട് കേട്ടോ. പക്ഷേ ആ ഫ്രിഡ്ജ് എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് കാരണം ആ ഫ്രിഡ്ജിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒരു ഐഡിയ തോന്നി, ഇങ്ങനത്തെ ഒരു വാൾപേപ്പറാണ് കിട്ടുന്നതെങ്കിൽ ഫ്രിഡ്ജിന് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ മൂവിക്കകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ആമസോണിൽ തപ്പി. എനിക്ക് കറക്റ്റ് കളറും പ്രിൻറ്റും ഒന്നും കിട്ടിയില്ല എങ്കിലും ഏകദേശം അതുപോലെ തോന്നിക്കുന്ന ഒരു സംഭവം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. അതിന് 79 രൂപയേ ഉള്ളൂ ആ ഒരു വാൾപേപ്പറിന്. ഞാനതൊരു 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബാക്കിയുണ്ട്. 3 ഓർഡർ ചെയ്താൽ നമുക്ക് ലാവിഷായിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. ഇൻ ഫ്യൂച്ചർ നിലു വലിച്ചു കീറുന്നിടത്ത് നമുക്ക് പാച്ച് വർക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ബട്ടൂരയ്ക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാം. മൈദമാവിലാണ് ബട്ടൂര ചെയ്യുന്നത് കേട്ടോ. പക്ഷേ മൈദമാവ് ഉണ്ട്, എന്നാലും തികയൂല. അതുകൊണ്ടൊരു ഇത്തിരി ആട്ടയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ലേശം ഉപ്പ്, ഇത്തിരി പഞ്ചസാര, ഒരു വലിയ സ്പൂൺ നിറച്ച് ഞാൻ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നല്ല കട്ട തൈരിൽ, അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ലേശം വെള്ളം കൂടെ ചേർക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നത് തൈര് കുറച്ച് പുളിയുള്ളതാവാനുള്ള ചാൻസസ് ഉണ്ട്. വാങ്ങിച്ചിട്ട് 2 ദിവസമായി. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നത്, ചിലപ്പോഴെല്ലാം മിക്കപ്പോഴും ചെയ്യുന്നത് വെള്ളം ചേർക്കത്തില്ല, തൈരിൽ തന്നെ കുഴയ്ക്കും. കട്ട തൈരാണ് നമ്മളിപ്പോൾ മേടിച്ചതേ ഉള്ളൂവെങ്കിൽ
പുളി നമ്മൾ നോക്കിയിട്ട് പുളി തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ തൈരിൽ മാത്രം തന്നെ കുഴച്ചെടുക്കാം. പുളി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആകുമ്പോഴേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ മേലെ ഒന്ന് പുരട്ടി അടച്ച് നമുക്കിത് കുറച്ച് നേരം മാറ്റി വെച്ചിരിക്കണം. ചായയുടെ ഒപ്പം തന്നെ ഞാൻ സൈഡിൽ കുക്കറും വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് നീ ഒന്ന് കടലയൊക്കെ നല്ലതായിട്ട് വേവണം. കുറച്ച് കടല അരച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിന് കടലയൊന്ന് തണുക്കുകയും വേണമല്ലോ. ആ ഒരു സമയം കൊണ്ട് നമുക്കത് ഇവിടെ ഷേക്ക് കുടിച്ച പാത്രവും ജാറും ഒക്കെ കഴുകി ഒതുക്കാം. ഇത് ഒരു 50 വട്ടമെങ്കിലും ഞാനിവിടെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്യും കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം തെറിച്ച് കിടക്കുന്നത് എനിക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഏനക്കേടാണ്. വൃത്തി എന്ന് പറയണമെങ്കിൽ ആ വെള്ളമൊക്കെ തുടച്ച് മാറണം. നമുക്ക് ചോല ഉണ്ടാക്കാനായിട്ട്, അതായത് നമ്മുടെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് 2 സവാളയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ഞാൻ ഇവർ രണ്ടുപേരും ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ നടുക്ക് പോയിരുന്നിട്ട് ഉരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇരിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. എൻ്റെ കാരണം നിങ്ങൾക്കത് ഇപ്പം മനസ്സിലാവും. എല്ലാം കൂടെ തട്ടി എൻ്റെ മടിയിൽ വീണു. രണ്ടിനെയും നല്ല വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഗാലറിയിൽ ഇരുന്നാൽ ബോളിന് തലയ്ക്കൊക്കെ വന്ന് വീഴുമെന്നൊക്കെയാണ് മറുപടി കിട്ടിയത്. അങ്ങനെ ഞാൻ പിന്നെ അകത്ത് വന്നു. ഇതുങ്ങളൊക്കെ പുറത്തുള്ള സമയത്ത് ഇവിടെ ഒതുക്കിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ തിരിച്ചകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും കുളമാവും. ഒരാൾ ഈ അറ്റത്ത് കിടക്കും, ഒരാൾ ഈ അറ്റത്ത് കിടക്കും. ആ ചെറുത് ഇതിൻ്റെ നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, പുറത്ത് കിടന്ന് ഉരുളും. വീണ്ടും ഇതൊരു 10-15 മിനിറ്റിൽ ഈ ഷീറ്റെല്ലാം വീണ്ടും അലമ്പാവും. എന്നാലും അങ്ങനെയല്ലല്ലോ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒതുക്കാൻ തോന്നും. ഈ കിച്ചണിലെ സ്ലാബ് നേരത്തെ തുടയ്ക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു റുട്ടീനിൽ ഇതിപ്പോൾ ഒരു ഹാബിറ്റ് പോലെയായി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇത് വിരിച്ചിടുക എന്നുള്ളത്. ഈ ഷീറ്റ് വാങ്ങിക്കണ്ടായിരുന്നു എന്ന് വരെ തോന്നിയ ദിവസങ്ങൾ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു എക്സ്ട്രാ ജോലിയായിട്ട് കിടക്കത്തില്ലായിരുന്നു. പില്ലോ മാത്രം എനിക്കെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ആ ഷീറ്റ് ഇട്ടതിൻ്റെ ഒരു വൃത്തി ആ സോഫയ്ക്ക് ഉണ്ട് കേട്ടോ. ഒരുപാട് തവണ കഴുകിയിട്ടും ആ നിലു അമൃതം തട്ടിയിട്ടതും പാല് തട്ടിയിട്ടതും ഒന്നും അവിടെ നിന്ന് പോകുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഒതുക്കലിൻ്റെ കൂടെ ഉൾപ്പെടുന്നതാണ് ഈ ടേബിൾ ഒന്ന് തുടയ്ക്കുക എന്നുള്ളത്. തുടച്ച് ഇടുമ്പോഴേക്ക് നല്ല നൈസായിട്ട് കിടക്കും. പക്ഷേ ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ചെറുത് ഇതിൻ്റെ മേളിലൊക്കെ കയറി നടക്കും. അപ്പോൾ വീണ്ടും പാച്ചസ് ഒക്കെ ആവും. പിന്നെ പൊടി, നമുക്കിവിടെ നല്ല പൊടിയുണ്ട്. ഫ്രണ്ട് ഡോറ് നമ്മൾ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ടിരിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഇങ്ങനെ തുറന്നിട്ടിരിക്കും. കടലിൽ നിന്ന് വരുന്ന കാറ്റിങ്ങനെ കയറി ഇറങ്ങി പോകാനായിട്ട്. കാറ്റിൻ്റെ കൂടി ഇങ്ങനെ പൊടിയും വന്ന് അതൊരു ബ്ലാക്ക് സർഫസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ അവിടെ വന്നങ്ങ് അടിയും. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും മൊത്തം പൊടി പിടിച്ച് കിടക്കുന്നത്. കഴിക്കുന്ന സ്ഥലമല്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നല്ല നീളത്തിന് അരിഞ്ഞെടുത്തു. സവാള നമുക്ക് ഈ ചോപ്പറിൽ വെച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പുതിയൊരു ടെക്നിക്ക് പഠിച്ചു. പുതിയ ടെക്നിക്കല്ല, അല്പം ഓൾഡാണ്. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ സവാള ചോപ്പറിൽ വെച്ചിട്ട് അരിയുമ്പോഴത്തേക്ക് വഴന്ന് വരാനായിട്ട്, ബ്രൗൺ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നല്ലപോലെ കൈവച്ച് ഇങ്ങനെ ഇറുക്കി പിഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. എനിക്കിത് ഞാനിങ്ങനെ എവിടെയോ കണ്ടൊരു ഓർമ്മ. ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. നേരത്തെ ഉള്ളി അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് വെച്ചിട്ട് വട ഉണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ പിഴിഞ്ഞാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ ചോപ്പറിൽ സവാള എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം കറിക്ക് കളർ കുറഞ്ഞു പോകുന്നു, ഉള്ളി ബ്രൗൺ ആവുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പരിഹാരവുമായി ഞാൻ ഒലിവ് ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ചോല ഭട്ടൂരയൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലൊന്നും അല്ല, ഈ കടുകെണ്ണയിലൊക്കെയാണ് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻസ്. അപ്പോൾ അതങ്ങോട്ട് അത്രയും ടേസ്റ്റ് വന്നില്ലെങ്കിലും ഒലിവ് ഓയിലാകുമ്പോൾ ഒരു ഡിഫറൻസ് വരുമല്ലോ. ഒലിവ് ഓയിലിൽ പെരുംജീരകവും ചെറിയ ജീരകവും ഇട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവാള നല്ല മുറുക്കെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി പൊടികളിടാം. മുഴുവൻ മസാലകളായിട്ട് ഞാൻ ഇതിലൊരു 3 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല രീതിയിൽ ഈ എണ്ണയിൽ കിടന്ന് ഇതിനൊപ്പം വഴന്ന് വരാം. കറി ചെയ്ത് മാറ്റി വെച്ചിട്ട് ഭട്ടൂര ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 5:45 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഒരു 8 മണിയാകുമ്പോഴേക്കും എൻ്റെ കിച്ചണിലെ പണികൾ തീർന്നാൽ എനിക്ക് സ്കൂളിൽ ഇത്തിരി പണി ലാപ്പിൽ ചെയ്യാനുണ്ട്, അതും കൂടെ ചെയ്യണം. അപ്പോൾ ഇവിടുത്തേതൊക്കെ ഒരു 8:15 മാക്സിമം, അതിനുള്ളിൽ ഡിന്നർ ആക്കണം എന്ന് വെച്ചിട്ടാണ്. കറി ആക്കിയിരുന്നാൽ പിന്നെ ഈ ഭട്ടൂര പരത്തി ചെയ്യലൊക്കെ ഒരു ചടങ്ങാണ്. അതിനി ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒരു തക്കാളിയും കൂടെ ചോപ്പറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കടല നന്നായിട്ട് വെന്തോന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഒരു 2-3 സ്പൂൺ കടല അരച്ചെടുക്കാമെന്ന് കരുതി. അരച്ചെടുക്കണം ഈ കറിക്ക്. നല്ല രീതിക്ക് ചൂട് പോയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ചൂടുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് ചേർത്ത് അരച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതേ സവാളയൊക്കെ ബ്രൗൺ കളറായി തുടങ്ങി. അതിലേക്ക് ഞാൻ ആദ്യം പൊടികളായിട്ടിട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 വലിയ സ്പൂൺ നിറയെ ചന്ന മസാലയുമാണ്. ഇത് നന്നായി ചന്ന മസാല നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും കേട്ടോ. ഈ റെഗുലർ പുട്ടിൻ്റെ കടലക്കറി പോലെ ഉണ്ടാക്കിയാൽ ഈ സാധനമായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് സാദാ മുളക് പൊടിയും പിന്നെ നിറത്തിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടിയാണ്. ഇതിലോട്ട് പെപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ.
പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ, നോർത്ത് ഇന്ത്യൻ ആക്കുക എന്നുള്ള ലക്ഷ്യം. പിന്നെ അതല്ല, ഈ കസൂരി മേത്തി വേറെ ഒന്നിലും നമ്മൾ ചെയ്യുന്നതിൽ ഒരു സാധനത്തിലും അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഒന്നെങ്കിലും ഒരു എഗ് കറി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റൈലിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കറിക്ക്. അപ്പോൾ പിന്നെ ഡെക്കറേഷൻ ഒരു കുറവും വരണ്ടെന്ന് കരുതിയിട്ടാണ് ഈ കറിയിലോട്ട് ഞാനിപ്പോൾ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആ അരച്ച കടലയും കൂടെ ചേർത്തു. അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നല്ലതായിട്ട് സ്മാഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധിക നേരം തക്കാളി ഇട്ടിട്ട് വേവാനുള്ള സമയം കൊടുക്കാറുള്ളത്. അതിലേക്ക് വേവിച്ച കടലയും കുക്കറിലുള്ള ആ വെള്ളവും കൂടെ, വേറെ വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കടല അരച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല രീതിയിൽ കുറുകി വരും. നമ്മുടെ ഈ പുട്ടിൻ്റെ മേതെ ഒഴിക്കുന്ന കടലക്കറി പോലെ അങ്ങനെ വെള്ളം ആവണ്ട, ഇച്ചിരി തിക്കായിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു രസം. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്ന് സിമ്മിലാക്കി, തക്കാളിയൊക്കെ ഇപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ, അതൊന്ന് ബ്ലെൻഡായി വരട്ടെ. പ്രൊഫസർ ദമയന്തി അപ്പോഴേക്ക് പിരിവൊക്കെ കഴിഞ്ഞെത്തിയിരിക്കുന്നു. ഇങ്ങനെ റെയറായിട്ടേ ആ കണ്ണാടി നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിരിവ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അതിനൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് ദാഹം തീർത്തിട്ട് അപ്പുറത്ത് ഇനിയിപ്പോൾ കണക്ക് കൊടുക്കാനായിട്ട് പോകണം കൊച്ചുവപ്പം എടുത്ത്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ദേ കുക്കറും ജാറും ഒക്കെ അങ്ങ് കഴുകി മാറ്റി ഇതെല്ലാം കൊണ്ടുണങ്ങാൻ വെച്ചിട്ട് വീണ്ടും നമുക്ക് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കാം. നിലു കഴിച്ചതിൻ്റെ കുറച്ച് ലേസാണ് കേട്ടോ, ബാക്കി ഇരിക്കുന്നത് അവന് മതിയെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവച്ചു. അതിനി ഒന്നെങ്കിൽ ഞാൻ എടുത്ത് കളയും, അല്ലെങ്കിൽ അമ്മ തിന്നും. ഞാനിപ്പോൾ വളരെ ആത്മനിയന്ത്രണത്തിലാണ്. ഇത്തിരി ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വെച്ചിട്ട്, എസ്പെഷ്യലി ജങ്ക്. ഇതൊക്കെ പറയും, എന്നിട്ട് എനിക്ക് ചൂടെടുത്ത് പണ്ടാരം അടങ്ങുമ്പോൾ ഞാൻ പോയി മിറിൻ്റെയോ മായോ ഒക്കെ വാങ്ങിച്ച് കുടിക്കും, അല്ലെങ്കിൽ ലൈം സോഡ ഉണ്ടാക്കും. അതുകൊണ്ട് വിടാം. ഞാനിങ്ങനെ എൻ്റെ ഒരു ആത്മസമാധാനത്തിന് അല്ല, ആത്മസംതൃപ്തിക്ക് ഇടയ്ക്ക് പറയുന്നതാണെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇവിടെ കാര്യമായിട്ടുള്ള ഡയറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. പിന്നെ ഉലുവാജീരക വെള്ളം കുടിക്കുന്നുണ്ട് എൻ്റെ ഒരു മനസമാധാനത്തിന്, എന്തെങ്കിലും ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലിൽ. അപ്പോൾ കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടൂരയ്ക്കുള്ളത് പരത്താൻ തുടങ്ങാം. നമ്മൾ പൂരി പോലെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഈ മാവ് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് ഈ പൊറോട്ടയ്ക്കൊക്കെ അടിച്ച് വെച്ച മാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബട്ടൂര എന്ന് പറഞ്ഞാൽ ഈ ഭൂരിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് നാനിൽ എത്തിപ്പെടാത്തൊരു ഐറ്റമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കും. അതുകൊണ്ട് ഇതിനൊരു പ്രോപ്പർ ഷേപ്പിലൊന്നും നമുക്ക് പരത്താൻ പറ്റത്തില്ല. മാവ് അത്ര സോഫ്റ്റ് ആയിരിക്കും, ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് കീറത്തില്ല, എങ്ങനെയൊക്കെ പരത്തിയാലും കീറത്തില്ല. നമ്മൾ ഇതിൻ്റെ പുറത്തുനിന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് ഇളകിയൊക്കെ ഇങ്ങനെ വന്നോളും. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷേപ്പ് പ്രതീക്ഷിക്കരുത്, അത് കിട്ടത്തില്ല. പക്ഷേ ടേസ്റ്റ് ഭൂരിയും ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. പിന്നെ ഇത് പരത്തുമ്പോൾ നമ്മൾ ഭൂരി പരത്തി വെക്കുന്ന കണക്ക് അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ നമുക്ക് പരത്തി വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് തമ്മിൽ കയറി ഒട്ടിപ്പിടിക്കും, നമുക്ക് ഇളക്കാനായിട്ട് പിന്നീട് പാടായി. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൽ എൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടായിരുന്ന സകല പാത്രത്തിലോട്ട് ഞാൻ ഇതുപോലെ വിരിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം പരത്തിയത് ആദ്യം എന്ന രീതിയിൽ നമുക്ക് ഭൂരി ചെയ്യുന്ന കണക്ക് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ അതിനും യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ല രീതിക്ക് ചൂടാവണം, അല്ലെങ്കിൽ ബട്ടൂര പൊങ്ങത്തില്ല. പൊങ്ങാണ്ടിരുന്നാൽ ഇത് ഒന്നിങ്ങനെ മൊരിഞ്ഞൊക്കെ കിട്ടും, പക്ഷേ ഇങ്ങനെ റബ്ബർ പോലെ ആയിപ്പോവും കഴിക്കാനായിട്ട്. നല്ല പോലെ പൊങ്ങണം, ഇതുമാതിരി പൊങ്ങി വരണം. അതിന് എണ്ണ നല്ല ചൂടോടെ ഇരിക്കണം. അപ്പോൾ ഓരോന്ന് ഇട്ട് കഴിയുമ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ട് പതുക്കെ അടുത്തതിട്ടാൽ മതി. പപ്പടം കാച്ചണ മാതിരി ഒന്നെടുക്കുമ്പോൾ തന്നെ അടുത്തതിടാൻ നിന്നാൽ എണ്ണ ഇങ്ങനെ തണിഞ്ഞ് തുടങ്ങും. അപ്പോൾ പിന്നെ അതിന് ആ ഒരു ക്രിസ്പിനെസ്സും അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എണ്ണയുടെ ചൂട് നിലനിർത്താനാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഇതിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ അല്ലേ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഓരോന്നും എടുത്തിട്ട് ഞാൻ പതുക്കെ അത് ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇത്തിരി സമയം വേണ്ടി വരും. ഈ അടുക്കി അല്ല വെക്കുന്നതെങ്കിലും സൈഡൊക്കെ ഇങ്ങനെ ഓരോന്നിൻ്റെ പുറത്ത് വരത്തില്ലേ, അപ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് ഇത്തിരി പാടാണ്. ഇത് ഈ സാധനം ഇത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് അത് വർത്തായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയണമെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഏതെങ്കിലും നല്ല ചാനലിൽ പോയി റെസിപ്പി നോക്കിയിട്ട് ബട്ടൂര ഉണ്ടാക്കി നോക്കുക കേട്ടോ. എനിക്ക് ഇപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പറയാനൊന്നും അറിയത്തില്ല. കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് തൈര്, കുറച്ച് വെള്ളം ചേർത്ത് കുഴയ്ക്കുക. ഇത്തിരി ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ സാധനം അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് കണക്ക് തന്നെ ഒരു 8-10 ആയപ്പോഴത്തേക്ക് എൻ്റെ കിച്ചണിലെ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോഴേക്ക് നല്ല ചൂടായിട്ട് എനിക്ക് വീണ്ടും ലൈം സോഡ കുടിക്കാൻ തോന്നി. അതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കുഴിമന്തി കഴിച്ചാൽ അല്ലെങ്കിൽ പൊറോട്ട കഴിച്ചാലൊക്കെ നമുക്ക് നല്ല രീതിക്ക് ദാഹിക്കും. അതുപോലെ തന്നെയാണ് ബട്ടൂര കഴിക്കുമ്പോഴും നമുക്കിങ്ങനെ നല്ല ദാഹം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി ലൈം സോഡ എല്ലാവർക്കുമായിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന്. എന്തായാലും ഡിന്നർ ഇത്തിരി ഗ്രാൻഡ് ആക്കുന്നു, അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതും ഇരുന്നോട്ടെ. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ, അതെനിക്ക് ഉറപ്പാണ്, പൊറോട്ടയോ അല്ലെങ്കിൽ ചോലെ ബട്ടൂര എന്തെങ്കിലും കഴിച്ചാൽ
നിങ്ങളും അങ്ങനെയല്ലേ? നമ്മൾ പുറത്ത് പോയി എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മളതൊരു ജ്യൂസിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യത്തില്ലേ? എസ്പെഷ്യലി ലൈമിൽ. ഞങ്ങളിവിടെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ജ്യൂസ് മാത്രം കുടിക്കാൻ പോകുമ്പോഴേ ഈ വേറെ വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് കുടിക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു മീലിൻ്റെ കൂടെയാണെങ്കിൽ അതെന്തായാലും ലൈം സോഡ ആയിരിക്കും, അല്ലെങ്കിൽ മൊയ്റ്റോ. പക്ഷേ അങ്ങനെയാണെങ്കിലും അത് ലൈം ഫ്ലേവേർഡ് ആയിരിക്കും. അങ്ങനെ ഞാൻ കുക്കുവിനെ വിട്ട് 15 രൂപയുടെ ഒരു സോഡ മേടിച്ചിട്ട് അവൻ അത് കൊണ്ടുവന്നതുകൊണ്ട് അത് കുലുക്കി നശിപ്പിച്ചാണ് കൊണ്ടുവന്നത്. കുറച്ചായിട്ട് ഞാൻ അതിലേക്ക് ടാങ്കിൻ്റെ ലൈം ഫ്ലേവേർഡ് ആഡ് ചെയ്ത് കൊടുത്തു. സ്കൂളിലെ പണി തീർന്നപ്പോഴേക്ക് ഇവൻ ജാക്കിൻ്റെ കൂടെ അവിടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. കൊച്ചു അവനെ തിരിച്ചു കൊണ്ടുവന്നു. അനീച്ചാസിൻ്റെ മോനും കൊച്ചുമാണ്. ജാക്കിയുടെ വൈഫിനെ ഞങ്ങൾ വിളിക്കുന്നതും കൊച്ചുമാണ്. ഇത് നമ്മുടെ കൊച്ചുഅമ്മ, അതായത് നിലുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കൊച്ചുഅമ്മ, മറ്റേത് ചൊച്ചു. അവൻ കൊച്ചുഅമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വന്നതാണ്. പിന്നെ അവൻ കാണാതെ ഒരു 9:30-10 മണി ആയപ്പോഴത്തേക്ക് ജാക്കിയും വൈഫും അങ്ങ് എസ്കേപ്പ് ചെയ്തു. ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാനായിട്ടിരുന്നു. നിലുവിനമ്മ ചോറ് കൊടുത്തിരുന്നു കേട്ടോ, ലില്ലിയംച്ചിയുടെ അവിടെ കൊണ്ടുപോയിട്ട്. എനിക്കും അലനും കുക്കുനുമായിട്ട് ഞാൻ ഈ 2 ബട്ടൂര വീതം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഡിഷ് അങ്ങനെ കൊണ്ടുപോയി ടേബിളിൽ വെച്ചു. ഇനിയും എടുക്കും. ഇത് 2 പേരും നല്ല രീതിക്ക് കഴിക്കും. ഞാനും ഒരു 4 എണ്ണമൊക്കെ കഴിക്കും. അമ്മ ചോറ് കഴിച്ചു, എന്നാലും ഞാൻ നിർബന്ധിച്ച് ഇതൊരെണ്ണം കഴിപ്പിക്കും. ഭൂരിയാന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക്. ബട്ടൂര എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ ഫിഷൊക്കെ കഴിക്കുമ്പോഴേ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത, എനിക്ക് പേഴ്സണലി അറിയാത്ത മീനൊന്നും ഞാൻ കഴിക്കാറില്ല. പുഴമീനൊന്നും ഞാൻ അധികം കഴിക്കത്തില്ല കേട്ടോ. കല്ലിലെ മീനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ഐറ്റംസ് എനിക്ക് പരിചയമില്ലാത്തവരൊന്നും ഞാൻ അങ്ങനെ അടുപ്പിക്കാറില്ല. അത് കണക്കാണ് അമ്മയ്ക്ക് കേട്ട് പരിചയമില്ലാത്ത എന്തെങ്കിലുമൊക്കെ, നമ്മളിപ്പോൾ മൊമോസെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മ അങ്ങോട്ട് ആദ്യമേ തന്നെ മൈൻഡിൽ വിചാരിക്കും ഇതെനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു സാധനമാണെന്ന്. അപ്പോൾ നമ്മൾ പൂരിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതങ്ങ് കഴിക്കും. ഒരെണ്ണമെങ്കിലും ടേസ്റ്റ് ചെയ്യാതിരിക്കത്തില്ല. നമുക്കിത് ചോലെ ഭട്ടൂര, അമ്മയോട് പറയുമ്പോൾ ഇത് പൂരിയും കടലക്കറി. ഇനി ഒരു 4-5 ഭട്ടൂര ബാക്കിയുണ്ട്. അത് നമുക്ക് രാവിലെ എടുക്കാം. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ, ആ ഡിഷിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നമ്മുടെ ഈ ചോലയും കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലാക്കി. പ്ലാസ്റ്റിക് എന്ന് കേൾക്കണ പാടെ നിങ്ങളിൽ ചിലർ പറയും പ്ലാസ്റ്റിക് യൂസ് ചെയ്യല്ലേന്ന്. ഇതൊക്കെ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അതിലാക്കി അങ്ങനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. അതിലാക്കുന്നതിൻ്റെ മറ്റൊരു റീസൺ, രാവിലെ അത് ചൂടാക്കാൻ എനിക്ക് അങ്ങനെ തന്നെ തുറന്ന് കൊണ്ടുപോയി അവനിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിലും നമുക്ക് സ്ഥലം കിട്ടും. അവനിൽ വെച്ച് ഹീറ്റ് ചെയ്യാൻ നേരത്തും പാടില്ല, വേറൊരു പാത്രം എടുക്കേണ്ട കാര്യമില്ല. ലേസ് ഞാൻ അവിടെ അടച്ചു വെച്ചിരുന്നില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ എന്നാൽ പിന്നെ അങ്ങ് കളയാമെന്ന് വിചാരിക്കുന്നു, എനിക്ക് കഴിക്കാൻ വയ്യ, ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതിന് മാഡം അതൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ഭക്ഷണം കളയുന്നത് ഇഷ്ടമല്ല. എന്നിട്ടത് അവിടെ വാഷ് ഏരിയയിൽ തന്നെ കഴുകി കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് സച്ചുകുട്ടൻ്റെ റിസൾട്ട് വന്നതിൻ്റെ, നമ്മുടെ സേറയുടെ ചേട്ടൻ്റെ 10th റിസൾട്ട് വന്നതിൻ്റെ ലഡ്ഡു വീട്ടിലേക്ക് എത്തിയത്. അതാണ് നിലു ഉപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. വയറ്റിലിനി സ്ഥലമില്ലാത്തതുകൊണ്ട് അവനത് കുത്തിപ്പൊളിക്കാൻ പോലും നിന്നില്ല. അമ്മ നിലുവിനുള്ള അമൃതം ഉണ്ടാക്കിയാണ്. നാളെ കോച്ചിങ്ങിന് പോകാനുള്ള എളുപ്പത്തിന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നേ ജേഴ്സി ഇട്ട് കുക്കു സാറ് റെഡിയായി കേട്ടോ. വേറൊരുത്തനെ മേല് കഴിവാൻ വിളിച്ചപ്പോൾ അവൻ വരുന്നില്ല. അപ്പോൾ ഞാൻ കുക്കുവിനോട് പറഞ്ഞു ആലപ്പപ്പയും കുക്കുവും മേളിൽ പോയി കിടന്നുറങ്ങിക്കോന്ന്. അതിനാണ് ആ നിലവിളി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിലെത്തി. പോയി മേലൊക്കെ ഒന്ന് കഴുകി പാമ്പേഴ്സൊക്കെ ഇട്ട് മേളിലോട്ട് കിടക്കാൻ പോവുകയാണ്. പക്ഷേ നിലയോടെ കിടക്കത്തില്ല കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇൻ കേസ് ഇഫ് യു ആർ വാച്ചിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, അവിടെ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നിമ്മലേ കാണണമെന്നും പറഞ്ഞൊരു കരച്ചിൽ തുടങ്ങും. ഞാൻ തിരിച്ച് താഴെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കും. ഇവിടെ ആകുമ്പോൾ ഫിഷ് ടാങ്കിൻ്റെ ലൈറ്റും ഈശോയുടെ ലൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. മേളിൽ നമ്മുടെ ആ ചെറിയ ലൈറ്റ് അങ്ങ് അടിച്ചു പോയി, അതില്ല ഇപ്പോൾ. അപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്കുള്ള ഉമ്മയും തന്നിട്ട് 2 പേര് മേലെ കിടക്കാൻ പോവുക. ഇനി ഞാനും ഇതിന് പുറകെ പോകണം. ഞാൻ ഇനി കിടക്കുന്നതിന് മുമ്പൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കിടക്കത്തുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ ദ വീഡിയോസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.